ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇതിൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. സോ നമുക്കൊരു അടിപൊളി നാടൻ താറാവ് കറി ഉണ്ടാക്കിയാലോ. നല്ല കുഞ്ഞുള്ളിയൊക്കെ ചേർന്ന് നല്ല നാടൻ താറാവ് കറി. ഉറപ്പായി ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പം നമുക്ക് തുടങ്ങിയാലോ. ഓക്കെ, നമുക്ക് ഈ പൂവിനെ ഒന്ന് ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ച് സുന്ദരനാക്കി എടുക്കാം. ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചെറിയ രോമങ്ങളൊക്കെ ഉണ്ട്, നമുക്കതൊന്ന് കരിച്ച് കളയാം. താറാവിൻ്റെ രോമം കളയിച്ചിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ, അപ്പോൾ അതെല്ലാം നമുക്ക് കരിച്ച് കളയാം. ഞാനിവിടെ ഇതിങ്ങനെ വൃത്തിയായിട്ട് കരുതും. എന്നെ സഹായിക്കാൻ ജിറ്റുമുണ്ട്, ജിറ്റുമോനും കൂടെ സഹായിക്കുന്നുണ്ട്. രോമങ്ങളെല്ലാം കരിച്ച് കളയുകയാണ്. ഇനിയിപ്പോൾ വൃത്തിയായിട്ട് വന്നെങ്കിൽ താറാവിനെ കട്ട് ചെയ്യുന്ന പണിയാണ്. നമുക്ക് കട്ട് ചെയ്യാൻ നമ്മളത്ര വലിയ എക്സ്പേർട്ടൊന്നുമല്ല, എങ്കിൽ പോലും നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ട് സാധനത്തിന് നമുക്ക് വെയിറ്റ് ഒന്ന് നോക്കാം. രണ്ടിനും കൂടെ ഏകദേശം 1,900 വെയിറ്റ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് കറിക്കുള്ള സാധനങ്ങൾ റെഡിയാക്കാം. കറിക്ക് വേണ്ടിയ സാധനങ്ങൾ നമുക്ക് നന്നായി തയ്യാറാക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 300 ഗ്രാം സവാള എടുത്തിട്ടുണ്ട്. 300 ഗ്രാം സവാളയാണ് നമ്മൾ എടുക്കുന്നത്. അത് കട്ട് ചെയ്ത് നോർമൽ കട്ടാണ്, അത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സവാള കട്ട് ചെയ്തിട്ട് അടുത്ത് നമുക്ക് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഞാനിവിടെ എടുക്കുന്നത് ഏകദേശം ഒരു 100 ഗ്രാമിന് മേളിൽ വെളുത്തുള്ളി ഉണ്ട്. വെളുത്തുള്ളി നമുക്ക് ചെറുതായിട്ട് അരിയാം. ഇത് ശരിക്കും വെളുത്തുള്ളി നമുക്ക് ചതയ്ക്കാനുള്ളതാണ്, വെളുത്തുള്ളി ഇഞ്ചിയല്ല. അപ്പം ഏകദേശം ഞാനൊരു 100 ഗ്രാമിനടുത്ത് ഇഞ്ചിയും എടുക്കുന്നുണ്ട്. സ്വല്പം ഇഞ്ചി കുറവാണ് എടുക്കുന്നത്, വെളുത്തുള്ളിയെ നമ്മൾ എടുക്കുന്നത്. അപ്പം നമുക്ക് കട്ട് ചെയ്യാം. ഇനി പച്ചമുളകാണ്. പച്ചമുളക് ഞാനൊരു 6 പച്ചമുളക് നമ്മൾ എടുക്കുന്നുണ്ട് മൊത്തത്തിൽ. അത് നമുക്ക് ചെറുതായിട്ട് അരിയാം. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മളൊന്ന് ചതച്ചെടുക്കും ചെറുതായിട്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. എല്ലാവരും ഓക്കെ അല്ലേ? അതെ, നമുക്ക് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി നമുക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ഇതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല രീതിയിൽ മൂത്ത് വരണം. ഈ തേങ്ങാക്കൊത്ത് മൂപ്പിക്ക് അല്പം മഞ്ഞൾ ഇട്ട് കൊടുത്തേക്കാം അല്ലേ, ഒരു ഭംഗിക്ക്. ഇടയ്ക്കൊക്കെ ഇച്ചിരി മഞ്ഞളാണ്. നമ്മുടെ തേങ്ങാക്കൊത്ത് മൂത്ത് വന്നിട്ട് നമുക്കിതിനെ ഒന്ന് മാറ്റി എടുക്കാം. ഓക്കെ, ഞാനൊരു പാത്രത്തിലൂടെ എടുത്ത് മാറ്റുന്നു. കടുക് പൊട്ടിക്കാം. നമുക്ക് കടുക് പൊട്ടിച്ച് കറിവേപ്പില ചേർക്കാം. നമുക്ക് നല്ല ഫ്രഷ് കറിവേപ്പിലയാണ്, നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സവാള വഴട്ടാം. ഓക്കെ, നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. സവാളന് വെള്ളം അല്പം ഉപ്പ്. ഇനി നമുക്ക് അടുത്ത സാധനം ചേർക്കുക. താറാവ് കറിയുടെ മെയിൻ ഐറ്റമാണ് നമ്മുടെ കുഞ്ഞുള്ളി, ചുമന്നുള്ളി. ഞാനൊരു 400 ഗ്രാം ചുമന്നുള്ളി ഇവിടെ എടുക്കും. ചുമന്നുള്ളി ഉണ്ടെങ്കിൽ ഇതിന് ടേസ്റ്റ് വരത്തുള്ളൂ. നല്ല ചതച്ച ചുമന്നുള്ളിയാണ്, നമ്മൾ ചെറുതായിട്ടൊന്ന് ചതച്ചതാണ്. അത് നമുക്ക് ഇതുമായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഇതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വഴട്ടാം. ഓക്കെ, നമുക്കിനി ഇതിലേക്ക് ഒരു 4-5 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇടത്തരം സൈസാണ്, ഒരു 5 എണ്ണം. നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഇഞ്ചിയെല്ലാം ഒരു 3/4 വേവ് കഴിഞ്ഞിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി. ഇനി നമുക്ക് തക്കാളിയൊക്കെ ചേർത്ത് നമുക്ക് വൃത്തിയായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വഴണം. അപ്പോൾ നന്നായിട്ട് ഇളക്കിയ സാധനം ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് മൂടി വെക്കാം. കുറച്ച് നേരത്തേക്കൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേഗം. ഇനി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം, പാകത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആ തേങ്ങാക്കൊത്ത് വറുത്ത് വെച്ചിരിക്കുന്ന കൂടെ ചേർത്ത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവട്ടെ. ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്, നല്ല കളറൊക്കെ മാറിയിട്ടുണ്ടല്ലോ. നമുക്കിനി മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണാണ് മഞ്ഞൾ പൊടി എടുക്കുന്നത്, നല്ല നാടൻ മഞ്ഞൾ പൊടിയാണ്. ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഞാനൊരു 2 വലിയ സ്പൂണാണ് എടുക്കുന്നത്, അതായത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മളിവിടെ എടുക്കുന്നത്. മല്ലിപ്പൊടി ചേർത്ത് നമ്മൾ 2 മിനിറ്റിന് ശേഷം അടുത്ത മസാല ചേർക്കാം. അത് മുളക് പൊടിയാണ് നമുക്ക് ചേർക്കേണ്ടത്. ഇനി നമുക്ക് ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നന്നായിട്ട് ഇളക്കി വഴട്ടാം നമുക്ക്. ഇനി നമുക്കിതിലേക്ക്
പെരുംജീരകം പൊടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പെരുംജീരകം പൊടിച്ചതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിച്ചത് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതെല്ലാം കൂടെ ചേർത്ത് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം ചെറുതീ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് റെഡി ആയിരിക്കുന്ന മസാലയിലൂടെ താറാവ് ചേർത്ത് കൊടുക്കാം. മുഴുവൻ താറാവ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ ഇതിനെ ഒന്ന് പിടിക്കട്ടെ കൂടെ. ഇനി നമുക്ക് അല്പം ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് ഒന്ന് ഇളക്കി നമ്മുടെ സെറ്റായിട്ട് നമുക്ക് അടച്ച് വെക്കാം. ഓക്കെ. അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട്. നമ്മൾ ചെറിയ തീയിൽ ഇനി നമുക്ക് അടച്ച് വെച്ച് കഴിഞ്ഞാൽ വേവിക്കണം. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കാണണം. ചെറു തീയിൽ വേവിക്കാവും നമ്മളിത്. എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇതാ മസാലയൊക്കെ പിടിച്ച് നമ്മുടെ താറാവ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഗരം മസാല ഒരു 1.5 ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലയൊക്കെ പിടിച്ച് നമ്മുടെ കറി റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം വിനാഗിരി ചേർക്കണം. ഫൈനലായിട്ട് ചേർക്കുന്നതാണ് കോക്കനട്ട് വിനാഗർ. ഞാനൊരു 2 സ്പൂൺ കോക്കനട്ട് വിനാഗർ ചേർക്കുന്നുണ്ട് ഇതിനകത്തിൽ. അപ്പോൾ അതങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കാം. അപ്പം കോക്കനട്ട് വിനാഗർ ചേർത്ത് നമ്മൾ ഇളക്കി വരുവാണല്ലോ. എല്ലാം ചേർത്ത് ഇളക്കിയിട്ടുണ്ട്. നന്നായിട്ട് ഇത് മസാലയൊക്കെ പിടിച്ച് നല്ല റെഡി ആയിട്ടുണ്ട്. ഇത് ഈ ചെറുതിയിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ മസാലയൊക്കെ പിടിച്ച് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. എത്രയും കൂടുതൽ സമയം നമുക്ക് ഇതിനകത്തിൽ ചെറിയ തീയിൽ വയ്ക്കാം. അത്രയും സമയം എടുത്ത് കഴിഞ്ഞാൽ കളറൊക്കെ മാറി നല്ല കളർ വന്നേക്കുന്നത് കണ്ടില്ലേ, നല്ല ഈ കളറിലായിരിക്കും. ഇനി നമുക്ക് കുതിർത്ത് വെച്ചിരുന്ന ക്യാഷ്നട്ട് ഒരു 50 ഗ്രാം ക്യാഷ്നട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരുന്നത്, അത് അല്പം തേങ്ങാപ്പാൽ ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്നതാണ്. അതുകൂടെ ചേർത്ത് ഇതിനകത്തിലോട്ടാകുമ്പോഴത്തേക്ക് പൂർത്തിയാവും നമ്മുടെ കറി. എന്താ സ്മെല്ലെന്നറിയാം. ഇനി ഇങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഒരു ഐറ്റം കൂടെ നമുക്കിത് ചേർക്കാനുണ്ട് ഫൈനലായിട്ട്. ഇത് മല്ലിയിലയാണ്. അല്പം മല്ലിയില നമുക്ക് പൊടിയായിട്ടായിരിക്കും നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാല എല്ലാം പിടിച്ച് റെഡി ആയിട്ടുണ്ട്. വേണ്ടതാ നമ്മുടെ മല്ലിയിലെല്ലാം ചേർത്ത് ഇളക്കി നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നോക്കട്ടെ, നമുക്ക് കറിയും തുറന്ന് നോക്കാം. തുറന്ന് വരുമ്പോൾ സ്മെല്ലൊന്ന് നോക്കി. എന്താ സ്മെല്ല്! ഇതിലോട്ടൊന്ന് നോക്കി. ആ ഗ്രേവി എന്ത് ഭംഗിയായിട്ടാണെന്ന് നോക്കി. മസാലയൊക്കെ നല്ല സെറ്റായിട്ട് താറാവിൻ്റെ നെയ്യൊക്കെ ഒരുങ്ങി നല്ല സെറ്റായിട്ടുണ്ട്. ഞാൻ ഈ താറാവ് കറി ചെയ്യുമ്പോൾ എപ്പോഴും സ്ലോ കുക്ക് ചെയ്താണ് ചെയ്യാറുള്ളത്. ഇനി നമുക്കിത് കഴിക്കാൻ കൂട്ട് വേണ്ട, നമുക്ക് എന്താ വേണ്ടിയത്, നമുക്കത് റെഡിയാക്കാം. യൂട്യൂബനെ നീ വന്നേ. ഇത് കഴിച്ചിട്ട് മക്കോനെ അഭിപ്രായം പറഞ്ഞു. മകനെ അവൻ കഴിച്ചിട്ടുള്ളതെന്നറിയാം, എങ്കിലും മക്കോനെ നോക്കി. യൂട്യൂബനെ ഇങ്ങോട്ട് നീങ്ങി. എങ്ങനുണ്ട് അണ്ണാ? ഇത് വേറെ ലെവൽ. പൊളിക്കണമല്ലോ. ചുറ്റുമോനെ ചൂട് ഇട്ടില്ല സാധനം. രക്ഷയില്ല. അടിപൊളി. അതാണ് നമ്മൾ സ്ലോ കുക്ക് ചെയ്ത് കഴിഞ്ഞുള്ള ഗുണം അതാണ്. അടിപൊളി. ഇച്ചിരി മെനക്കേടാണ്, സമയം എടുക്കും, പക്ഷേ ടേസ്റ്റ് ഒരു രക്ഷയില്ല അല്ലേ. സൂപ്പർ. താങ്ക് യു.